that a cranked lever is shown in figure carrying a force of 35 Newton at B. Calculate the magnitude of force which is required to be applied at A in order to balance the lever. ഈ 90 ഡിഗ്രി ആംഗിളിൽ ചെരിഞ്ഞിട്ടുള്ള ബെൽ ക്രാങ്ക്ഡ് ലിവർ, എ ലിവർ വിച്ച് ഈസ് ബെൻഡ് ടു 90 ഡിഗ്രി ഈസ് കോൾഡ് ബെൽ ക്രാങ്ക്ഡ് ലിവർ. ഇത് 35 ന്യൂട്ടൺ ലോഡ്, ഫൽക്രം, അവിടുന്ന് ഫൽക്രത്തിൽ നിന്ന് 0.15 മീറ്റർ ലോഡിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് ലോഡാം, ഫൽക്രത്തിൽ നിന്ന് എഫേർട്ടിലേക്കുള്ള ദൂരം, പുള്ളിങ് ഫോഴ്സ്, അത് നമുക്കറിയില്ല, അതിലേക്കുള്ള ഡിസ്റ്റൻസ് 0.375 മീറ്റർ. ഇപ്പോഴേ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ പുള്ളിങ് ഫോഴ്സ് എത്രയാണെന്നാണ്. ഈ ഫോഴ്സ് എത്ര ന്യൂട്ടൺ ആണെന്ന് കണ്ടുപിടിക്കുക. ഇത് രണ്ടും ഡിസ്റ്റൻസ് 2 മീറ്ററിൽ തന്നെയാണ്, അതുകൊണ്ട് അത് മാറ്റേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ലോഡ് 35 ന്യൂട്ടൺ, ലോഡാം 0.15 മീറ്റർ, എഫേർട്ട് ഈസ് ടു ഫൈൻഡ് എഫേർട്ട് ആം 0.375 മീറ്റർ. ഇത്രയേ ഉള്ളൂ. ഏത് പ്രോബ്ലം ആണെങ്കിലും ഫൽക്രത്തിൽ നിന്ന് ലോഡിലേക്കുള്ള പെർപെൻഡിക്കുലർ, ലംബമായ ദൂരം, perpendicular distance is called load arm, and distance between fulcrum and effort is known as, perpendicular distance is known as effort arm. Well, according to the principle of lever, load into load arm samam effort into effort arm. അപ്പോൾ എഫേർട്ട് കണ്ടുപിടിക്കണം. എഫേർട്ട് ആം 0.375 മീറ്റർ. As per the principle of levers, effort into effort arm is equal to load into load arm. അപ്പോൾ എഫേർട്ട് സമം ലോഡ് into ലോഡ് ആം ഡിവൈഡ് ബൈ എഫേർട്ട് ആം. 35 into 35 into 0.15 ഡിവൈഡ് ബൈ 0.375 is equal to 14 ന്യൂട്ടൺസ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഇനി ഇത് മറ്റൊരു തരത്തിലുള്ള ഒരു ചോദ്യം നോക്കുക. എ ക്രാങ്ക്ഡ് ലിവർ എ ബി സി ഈസ് pivoted at B is shown in the figure. AB samam 1 meter and BC is equal to 2 meter. Calculate the magnitude of vertical force at C required to balance a horizontal force of 8 kilonewtons applied at A. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഈ ലിവറിൻ്റെ ഈ പൊസിഷൻ ഇങ്ങനെയാണ്. അതായത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം 1 മീറ്ററും ബിയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം 2 മീറ്ററുമാണ് തന്നിട്ടുണ്ട്. ഇവിടെ ലോഡ് 8 കിലോന്യൂട്ടനാണ്. എഫേർട്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ 8 കിലോന്യൂട്ടൺ ലോഡിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ എത്ര എഫേർട്ട് കൊടുക്കണം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള ഡിസ്റ്റൻസ്, ഈ ചെരിഞ്ഞിട്ടുള്ള ചിത്രം കാണുന്നില്ലേ? അപ്പോൾ ആ ചെരിഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടത് ലോഡ്, ലോഡ് നേരെ താഴേക്കാണ്, വെയിറ്റ് ഭൂമിയിലേക്ക് വെർട്ടിക്കലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എഫേർട്ടും അതുപോലെ തന്നെയാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇവിടെ നമ്മുടെ ഫോഴ്സ് ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. നേരെ മറിച്ച് ഇങ്ങനെ ഈ ലിവറിൻ്റെ ആക്സിസിന് ലംബമായിട്ടാണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ലോഡാമെന്ന് എടുക്കാമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്, ലംബമായിട്ടാണ്. അതായത് ലിവറിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ടല്ല എഫേർട്ട് അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ ലോഡും ഈ ലോഡാമിന് ലംബമായിട്ടല്ല, ഈ ലിവറിൻ്റെ ആക്സിസിന് ലംബമായിട്ടല്ല. അപ്പോൾ ഈ ലോഡാം എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങനെ വെർട്ടിക്കലായിട്ടുള്ള ദൂരമാണ്. അതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫൽക്രം ആൻഡ് ലോഡ് എന്നും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫൽക്രം ആൻഡ് എഫേർട്ട് എന്നും പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ആ ഡിഫറൻസ്? ഈ നമുക്ക് തന്നിരിക്കുന്നത് ഈ ചെരിഞ്ഞ ദൂരമാണ്. നമ്മൾ എടുക്കേണ്ടത് ചെരിഞ്ഞ ദൂരമല്ല, ലംബമായിട്ടുള്ള ആ ദൂരം നമുക്ക് അറിയില്ല. ലെറ്റ് എഫ് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെർട്ടിക്കൽ ഫോഴ്സ് അറ്റ് സി. ഇവിടെ ഉള്ള ഫോഴ്സ് എഫ് ആണെന്ന് വിചാരിക്കുക. മൊമെന്റ് ഓഫ് ലോഡ്
അറ്റ് ബിയിൽ ഉള്ള ലോഡിൻ്റെ മൊമെൻ്റ് 8 ഇൻറ്റു സൈൻ 45. ഈ ബി എന്നുള്ള എ എന്നുള്ള ഫോഴ്സ് ഇവിടെ ബി മൊമെൻ്റ് അബൌട്ട് ദിസ് ഫൾക്രം, അത് ലിവറിൻ്റെ ഡിസ്റ്റൻസ്, അത് സൈൻ 45 ആണ് ഈ ഡിസ്റ്റൻസ്. അപ്പോൾ 8 ഇൻറ്റു സൈൻ 45 കിലോ ന്യൂട്ടൺ ഇൻറ്റു 1 മീറ്റർ. അല്ലെങ്കിൽ നമ്മൾ പിന്നെ പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ചിട്ട് ഈ സൈഡ് എത്രയാണെന്ന് കണ്ടുപിടിച്ചാലും മതി. അത് കണ്ടുപിടിക്കുന്ന ഇതാണ് നമ്മുടെ ഇവിടെ നേരെ കൊടുത്തിരിക്കുന്നത്. 8 ഇൻറ്റു സൈൻ 45 ഇൻറ്റു 1 മീറ്റർ. അത് 8 ഇൻറ്റു സൈൻ 45ൻ്റെ വില 0.7071 ഇൻറ്റു 1 കിലോ ന്യൂട്ടൺ മീറ്റേഴ്സ്, അതായത് 5.6568 കിലോ ന്യൂട്ടൺ മീറ്റർ. അതാണ് ഇവിടെ അനുഭവപ്പെടുന്ന ശരിക്കുള്ള ഫോഴ്സ് അല്ലെങ്കിൽ മൊമെൻ്റ്. ഇനി മൊമെൻ്റ് ഓഫ് എഫേർട്ട് അറ്റ് ബി, എഫേർട്ട് ഇതാണ് സിയിൽ അനുഭവപ്പെടുന്നത്. ഇത് ലോഡിൻ്റെ മൊമെൻ്റ് ആണ് നമ്മളിവിടെ കണ്ടത്. ഇനി എഫേർട്ടിൻ്റെ ലോഡ്, എഫേർട്ട് സിയിൽ അനുഭവപ്പെടും. എഫേർട്ടിൻ്റെ മൊമെൻ്റ് എഫ് കോസ് തീറ്റ, അതായത് പിന്നെ എഫ് കോസ് തീറ്റ കിലോ ന്യൂട്ടൺ ഇൻറ്റു 2 മീറ്റേഴ്സ്. ഇതാണ് 2 മീറ്റർ, ഈ 2 മീറ്റർ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എഫ് ഇൻറ്റു 0.866, കോസ് 30യുടെ വാല്യൂ 0.866 ഇൻറ്റു 2. നമ്മൾ ട്രിഗ്നോമെട്രിക്കൽ ടേബിളിൽ നിന്ന് ഈ കോസ് 30യുടെ വില നമുക്ക് കിട്ടും. എഫ് ഇൻറ്റു 0.866 ഇൻറ്റു 2 കിലോ ന്യൂട്ടൺസ്. അപ്പോൾ ഇവിടെ ഇത് രണ്ടും കൂടി ഈക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മൊമെൻ്റ് ഓഫ് ലോഡ് അറ്റ് ബി ഈസ് ഈക്വൽ ടു മൊമെൻ്റ് ഓഫ് എഫേർട്ട് അറ്റ് ബി. ലോഡിൻ്റെ പിന്നെ മൊമെൻറ്റും എഫേർട്ടിൻ്റെ മൊമെൻറ്റും തുല്യമാണെങ്കിലേ അത് ബാലൻസ് ചെയ്യുള്ളൂ. ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് നമ്മൾ ടോർക്ക് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു. ദ ടെൻഡൻസി ഓഫ് എ ബോഡി ടു റൊട്ടേറ്റ് അബൌട്ട് എ സെൻറ്റർ ഈസ് കോൾഡ് ടോർക്ക് അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ആ പ്രിൻസിപ്പിളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എഫ് ഇൻറ്റു 0.86 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 5.6568. ഇത് രണ്ടും കൂടെ ഈക്വേറ്റ് ചെയ്തു. ഈ രണ്ട് പാർട്ടും മൊമെൻ്റ് ഓഫ് ലോഡ് ഈസ് ഈക്വൽ ടു മൊമെൻ്റ് ഓഫ് എഫർട്ട്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു 5.6568 ഡിവൈഡ് ബൈ 0.866 ഇൻറ്റു 2, അതായത് 3.266 കിലോ ന്യൂട്ടൺസ്. അപ്പോൾ അതാണ് ഇവിടെ എഫിൽ അനുഭവപ്പെടുന്ന ഈ സി എന്ന പോയിന്റിൽ കൊടുക്കേണ്ട എഫേർട്ട് 3.266 കിലോ ന്യൂട്ടനാണ്. അപ്പോൾ ഇങ്ങനെ ഈ ക്രാങ്ക്ഡ് ലിവർ ആണെങ്കിൽ ഇത് ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ക്രാങ്ക്ഡ് ലിവർ ആണെങ്കിൽ ഈ ലെങ്ത് അല്ല നമ്മൾ എടുക്കേണ്ടത്. അതായത് ഫൽക്രത്തിൽ നിന്ന് ഈ എഫേർട്ടിലേക്കുള്ള ലംബമായ ദൂരമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പിന്നെ ലോഡാമായിട്ട് എടുക്കേണ്ടത്. ഫൽക്രത്തിൽ നിന്ന് എഫേർട്ടിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ എഫേർട്ട് ആമായിട്ടും എടുക്കേണ്ടത്. ഈ ടാങ്സിൻ്റെ പിന്നെ ലോഡിലേക്കുള്ള ദൂരം L2, ഇവിടെ എഫേർട്ടിലേക്കുള്ള ദൂരം L1, ലോഡ് F2, എഫേർട്ട് F1. A manual force of 140 Newton is applied to the arm of players. ഈ പ്ലെയറിൻ്റെ പിടിയിൽ കൊടുക്കുന്ന ഫോഴ്സ് 140 ന്യൂട്ടനാണ്. കാൽക്കുലേറ്റ് ദ കട്ടിംഗ് ഫോഴ്സ് ഇഫ് ദ വർക്ക് ഈസ് held at a distance of 42 mm from the fulcrum. അതായത് ഫൽക്രത്തിൽ നിന്ന് 42 മില്ലിമീറ്റർ അകലത്തിലാണ് വർക്ക് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വസ്തുവിനെ ഈ കൊടൽ കൊണ്ട് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ പ്ലെയർ കൊണ്ട് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ദ അപ്ലൈഡ് ഹാൻഡ് ഫോഴ്സ് ഈസ് അറ്റ് 156 mm ഫ്രം ദി ഫൽക്രം. ഈ ഫൽക്രത്തിൽ നിന്ന് ഈ കൈ നമ്മൾ പിടിച്ചിരിക്കുന്ന ഈ ഭാഗത്തേക്കുള്ള ദൂരം, അല്ലെങ്കിൽ എഫർട്ടിലേക്കുള്ള ദൂരം 156 മില്ലിമീറ്റർ ആണ്. എങ്കിൽ പിന്നെ
ഇവിടെ ലോഡ് അല്ലെങ്കിൽ ഹോൾഡിംഗ് ഫോഴ്സ് എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ലോഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ലോഡാം ഇവിടെ എഫർട്ട് 140 ന്യൂട്ടൺ. എ ഫോഴ്സ് ഓഫ് 140 ന്യൂട്ടൺ ഈസ് അപ്ലൈഡ് ടു ദ ആം ഓഫ് പ്ലെയർ. ഈ പ്ലെയറിൻ്റെ അതിൻ്റെ പിടിയിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സ് 140 ന്യൂട്ടൺ. കാൽക്കുലേറ്റ് ദ കട്ടിംഗ് ഫോഴ്സ്. ഈ ലോഡ് അല്ലെങ്കിൽ ഇവിടെ എത്ര ഫോഴ്സ് കിട്ടും എന്നാണ് കണ്ടുപിടിക്കുന്നത്. അതായത് ലോഡ് എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ ലോഡാം 42 mm, എഫർട്ടാം 156 mm. അത് സാധാരണ ഒരു സിമ്പിൾ ലിവറിൻ്റെ കാണുന്നത് പോലെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചിത്രവും ഇതൊക്കെ കണ്ടിട്ട് കൺഫ്യൂഷൻ ആകണ്ട. അത് ലോഡ്, ഇത് ഫൽക്രം സെൻറ്ററിൽ വസ്തു സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ ഫിക്സഡ് പോയിന്റ് ഫൽക്രമായിട്ട് എടുക്കുക. ലോഡിലേക്കുള്ള ദൂരം ലോഡാമായിട്ട് എടുക്കുക. എഫർട്ടിലേക്കുള്ള ദൂരം എഫർട്ടാമായിട്ട് എടുക്കുക. എഫർട്ട് എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, 140 ന്യൂട്ടൺ. ലോഡ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ തന്നിരിക്കുന്നു മാനുവൽ ഫോഴ്സ്. എഫർട്ട് നമ്മൾ കൊടുക്കുന്ന അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് 140 ന്യൂട്ടൺ. കട്ടിംഗ് ഫോഴ്സ്, അതായത് ലോഡ് കട്ട് ചെയ്യുന്ന, അതാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അത് കണ്ടുപിടിക്കണം. ലോഡാം 42 mm, എഫർട്ടാം 156 mm. ആസ് പെർ ദ പ്രിൻസിപ്പിൾ ഓഫ് ലിവർ, ലോഡ് ഇൻറ്റു ലോഡാം സമം എഫർട്ട് ഇൻറ്റു എഫർട്ടാം. ലോഡ് സമം 140 ഇൻറ്റു 156 ഡിവൈഡ് ബൈ 42 സമം 520 ന്യൂട്ടൺസ്. അതാണ് അതിൻ്റെ ആൻസർ. അപ്പം ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത് പല ആൾക്കാരും കഴിഞ്ഞ ദിവസങ്ങളിൽ കണക്ക് ചെയ്തിട്ടില്ല. മനസ്സിലാകാതെ പോയിട്ട് കാര്യമില്ല, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കുറേ കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നിങ്ങളിതൊന്ന് എഴുതിയിട്ട് ചെയ്ത് നോക്കുക സ്വന്തമായിട്ട്. 1-2 കണക്കുകൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള കണക്കുകൾ ചോദ്യം എഴുതിയിട്ട് നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക. ഇനി അടുത്ത ചോദ്യം, ഇതൊരു ബെൽ ക്രാങ്ക്ഡ് ലിവറാണ്. 90 ഡിഗ്രി വളഞ്ഞിരിക്കുന്ന ലിവർ. ഒരു ഓട്ടോമൊബൈലിൽ നിന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന, അപ്പോൾ ബൈക്കിൻ്റെയൊക്കെ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരു ഭാഗത്ത് ഒരു ലിവർ ഉണ്ട് ഇങ്ങനെ. അപ്പോൾ ഇവിടെ ബ്രേക്ക് അപ്ലൈ ചെയ്യും. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു പുള്ളിങ് ഫോഴ്സ്, അല്ലെങ്കിൽ ആ കേബിളിലേക്ക് അല്ലെങ്കിൽ ബ്രേക്ക് ഷൂവിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന കണക്റ്റിംഗ് റോഡ് ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെ താഴോട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെടും. അപ്പോൾ ഈ ദൂരം എഫർട്ടാം L1, ലോഡാം L2. ഈ ഫോഴ്സ് ഇങ്ങോട്ടല്ല കൊടുക്കുന്നത്, താഴേക്ക് പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ അതായത് ആ അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇവിടെ ചേഞ്ച് ചെയ്യുകയാണ്. എഫർട്ട് താഴേക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഹൊറിസോണ്ടലായിട്ടാണ് ലോഡ് അല്ലെങ്കിൽ ഈ അതിൻ്റെ ഓവർകം ചെയ്യുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് വരുന്നത് ഹൊറിസോണ്ടലായിട്ടാണ്. F1 360 ന്യൂട്ടനാണ് താഴേക്ക് കൊടുക്കുന്ന ഫോഴ്സ്. L1 ഇത് 630, L2 180 mm. D = 8 mm തന്നിരിക്കുന്നത്. അതായത് ഇവിടെ ഈ കണക്റ്റിംഗ് റോഡിൻ്റെ ഡയമീറ്റർ 8 mm ആണ്. അപ്പോൾ അവിടുത്തെ ടെൻഷൻ എത്താൻ ഈ ഡ്രോബാറിൻ്റെ ഇവിടെ ഫോഴ്സ് എത്രയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ പ്രഷർ എത്രയാണ്, ടോർഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ പുള്ളിങ് ഫോഴ്സ് എത്ര Nm/mm² ആണെന്ന് കാണുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ഫോഴ്സ് പെർ ഏരിയ, പ്രഷർ = ഫോഴ്സ് പെർ ഏരിയ. അപ്പോൾ ടെൻഷൻ ഇൻ ഡ്രോബാർ, T = ടെൻഷൻ. ഇതിൻ്റെ ഈ ഡ്രോബാറിലെ ടെൻഷൻ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ലോഡ് ലോഡ് ഇൻറ്റു L2 = F1 × L1. F1 ആസ് പെർ പ്രിൻസിപ്പിൾ ഓഫ് ലിവർ, F1 × L1 ഈ ലോഡ് ഇൻറ്റു L2. അപ്പോൾ ലോഡ് നമ്മളതിൽ നിന്ന് 1260 ന്യൂട്ടൺ എന്ന് കിട്ടി. ലോഡ് F1 × L1 ഡിവൈഡ് ബൈ L2. 360 ഇൻറ്റു F1 360, L1 630, F1 360, L1 630 ബൈ 180, 1260 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി അവിടെ കൊണ്ട് തീർന്നില്ല, നമ്മൾക്ക് ഇതിലെ ടെൻഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ ഫോഴ്സ്
1230 ന്യൂട്ടനാണ്. ഇവിടെ ചെലുത്തപ്പെടുന്ന ഫോഴ്സ് 1260 ന്യൂട്ടൺ ആണെന്ന് കിട്ടി ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ അവിടെയുള്ള പ്രഷർ അല്ലെങ്കിൽ ഇതിൻ്റെ ടെൻഷൻ ക്രോസ് സെക്ഷണൽ ഏരിയ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ എം 1 മില്ലിമീറ്ററിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എത്രയാണെന്ന് കാണണം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ടോർഷൻ ബാറിൻ്റെ ഈ ഡ്രോ ബാറിൻ്റെ ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 8 mm ഡയമീറ്ററുള്ള ഒരു റോഡിൻ്റെ ഏരിയ πd²/4 π × 8 × 8 അപ്പം ഇത് 16 കാൽക്കുലേറ്റ് ചെയ്യുന്നത് 16 സ്ക്വയർ മില്ലിമീറ്റർ. 14 പൈ എന്നാണ്, പി എന്നല്ല എഴുതുന്നത്. ഇവിടെ 8 വെട്ടി 4 വെട്ടി ഇവിടെ 2 × 8 16 16 × പൈ 16 പൈ സ്ക്വയർ മില്ലിമീറ്റർ സ്ക്വയർ mm. അപ്പോൾ ടെൻഷൻ ഇൻ ദ ഡ്രോ ബാർ ലോഡ് ബൈ ഏരിയ ആണല്ലോ, ലോഡ് ബൈ ഏരിയ. പൈ കാൽക്കുലേറ്റ് ചെയ്തില്ല, അതവിടെ ഇങ്ങനെ വെച്ചാൽ മതി, ലാസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ 1620 ബൈ ഏരിയ 16 പൈ. അപ്പോൾ 78.75 ബൈ പൈ. പൈയുടെ വില 3.14. ഇവിടെ ലോഗരിതം എടുത്തിട്ട് ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. അത് 3.14 കൊണ്ട് വെച്ചാൽ 25.07 ന്യൂട്ടൺസ് പെർ മില്ലിമീറ്റർ എന്ന് പറയും. അപ്പോൾ മില്ലിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ടെൻഷൻ ഇൻ ദ ഡ്രോ ബാർ ഈസ് ഈക്വൽ ടു 25.07 ന്യൂട്ടൺസ് പെർ സ്ക്വയർ മില്ലിമീറ്റർ, ന്യൂട്ടൺസ് പെർ mm സ്ക്വയർ. അതാണ് ആൻസർ. അപ്പോൾ അവിടെ ഏരിയ കണ്ടിട്ട് അതിൻ്റെ അവിടുത്തെ ടെൻഷനും കൂടെ കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് മാത്രം. മറ്റൊരു ക്വസ്റ്റിന് ഇവിടെ ഒരു സേഫ്റ്റി വാൽവ്, ഒരു ബോയിലറിൻ്റെ ഒരു സേഫ്റ്റി വാൽവിൻ്റെ ലിവറും അവിടെ ബാലൻസിങ് മാസും ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. സേഫ്റ്റി വാൽവ്, അതായത് ഇവിടെയാണ് ഇതിൻ്റെ ഹിഞ്ച്, അവിടുന്ന് അല്ലെങ്കിൽ ഫൽക്രത്തിൽ നിന്ന് ലോഡിലേക്കുള്ള ദൂരം L1, ലോഡിലേക്കുള്ള ദൂരം L1, ഫൽക്രത്തിൽ നിന്ന് എഫർട്ടിലേക്കുള്ള ദൂരം, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം L2, മാസ് M. D ഡയമീറ്റർ ഓഫ് ദി സേഫ്റ്റി വാൽവിൻ്റെ ഡയമീറ്റർ ആരാണോ ഈ വാൽവിൻ്റെ ഡയമീറ്റർ ഇവിടെ എത്രയാണ് തന്നിരിക്കുന്നത്? 30 മില്ലിമീറ്റർ. L1 50 മില്ലിമീറ്റർ, L2 450 മീറ്റർ. ഈ പ്രഷറിൻ്റെ P = ബോയിലർ പ്രഷർ എത്ര ബാറാണ്? 8 ബാർ. ബോയിലറിൻ്റെ ഉള്ളിലെ പ്രഷർ മർദ്ദം P തന്നിരിക്കുന്നു. ഇവിടെ ഈ മർദ്ദത്തിനെ സപ്പോർട്ട് ചെയ്യാൻ, അതായത് ഈ ലോഡെന്ന് പറയുന്നത് 8 ബാറാണ്. കാരണം ഇവിടുന്ന് അങ്ങോട്ട് ഈ ലിവറിനെ പൊന്തിക്കാൻ നോക്കുകയാണ്. അതായത് സേഫ്റ്റി വാൽവാണ്. ഒരു നിശ്ചിത പ്രഷറിൽ കൂടുതലായി കഴിഞ്ഞാൽ ഈ വാൽവ് തന്നെ ഓപ്പൺ ആയിട്ട് അതിൻ്റെ ഉള്ളിലെ ഗ്യാസ് എസ്കേപ്പ് ആകണം. അതിനുള്ള സംവിധാനമാണിത്. നമ്മുടെ പ്രഷർ കുക്കറിൻ്റെയൊക്കെ വാൽവ് കാണത്തില്ലേ, അതിനൊരു നിശ്ചിത വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റിനേക്കാളിലും അധികം മർദ്ദമായി കഴിഞ്ഞാൽ ആ വാൽവ് അങ്ങോട്ട് പൊന്തിയിട്ട് അതിലൂടെ അതിൻ്റെ ഉള്ളിലുള്ള ഗ്യാസ് പുറത്തേക്ക് പോകും. അപ്പോൾ അതേ സംവിധാനമാണിത്. ഇവിടെ ഒരു ഫിക്സഡ് വെയിറ്റ് ആണ്. അപ്പോൾ ഇവിടെ മർദ്ദം കൂട്ടണമെങ്കിൽ ഇത് മാസ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റും. അപ്പോൾ മർദ്ദം കൂട്ടണമെങ്കിൽ ഇങ്ങോട്ട് വലത്തേക്ക് നീക്കും, മർദ്ദം കുറയണമെങ്കിൽ ഇങ്ങോട്ട് നീക്കും. അതായത് ഇവിടെ ലിവറേജ് കുറയും ഇങ്ങോട്ട് നീക്കുമ്പോൾ. അപ്പോൾ L2 എന്ന് പറയുന്നത് 450 മില്ലിമീറ്ററിലാണ് ഇവിടെ ഈ ലോഡിൽ നിന്ന് എഫർട്ടിലേക്കുള്ള ദൂരം. അപ്പോൾ ടോട്ടൽ ലെങ്ത് L1 + L2 ആയിരിക്കും. അതായത് ഫൽക്രത്തിൽ നിന്ന്, അതാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഫൽക്രം എവിടെയാണെന്ന് നോക്കണം, ലോഡിൽ നിന്ന് ഫൽക്രത്തിലേക്കുള്ള. അതായത് ഈ എഫർട്ട്, ഇവിടെ സപ്പോർട്ടിങ് മാസ്, അതാണ് എഫർട്ട്, ഇതാണ് ലോഡ്. ഈ എഫർട്ടിൽ നിന്ന് ഇവിടം വരെയുള്ള ദൂരം അല്ല എഫർട്ടാകുമ്പോൾ എടുക്കേണ്ടത്, ഇവിടം വരെയുള്ള, അതായത് ഈ ഫൽക്രം വരെയുള്ള L2 L1 കൂടെ കൂട്ടണം. നിങ്ങൾക്കത് വേറെ ആയിട്ട് തന്നിരിക്കുന്നുവെങ്കിലും
ഈ ടോട്ടൽ ലെങ്ത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം തന്നിരിക്കുന്നത്. ഫൽക്രത്തിൽ നിന്ന് ഈ 8 കിലോഗ്രാം 8 ബാർ അല്ല ഈ മാസത്തിൻ്റെ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടം വരെയുള്ള ദൂരമാണ് L1 + L2. അപ്പോൾ L1 50 മില്ലിമീറ്റർ 5 സെൻറ്റിമീറ്റർ, L2 480 മില്ലിമീറ്റർ 48 സെൻറ്റിമീറ്റർ, ഡയമീറ്റർ 30 mm, അതായത് 3 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ഡയമീറ്റർ 3 സെൻറ്റിമീറ്റർ. ബാർ മീൻസ് ബാരോമെട്രിക് പ്രഷർ. ഒരു ബാർ എന്ന് പറയുന്നത് 1.033 kg/cm². ബോയിലർ പ്രഷർ 8 ബാറാണ്. അപ്പോൾ എത്രയാണ് പിന്നെ പ്രഷർ? 8 × 1.033 kg/cm² ആണ്. അപ്പോൾ ഇത്രയും 8 × 0.33 നമ്മൾ ബാറിലെ പ്രഷർ തന്നിരിക്കുന്നത് അതിനെ kg/cm² മാറ്റി. ഇത് പ്രഷറാണ്. അപ്പം നമുക്കിവിടെയുള്ള ആകെ ലോഡ് 1 cm² പിന്നെ 8 × 1.033 kg ഉണ്ട്. അപ്പോൾ ഇത് എത്ര cm² ഉണ്ട്? ഇതിൻ്റെ ഏരിയ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഏരിയ ക്രോസ് സെക്ഷൻ πd²/4 നമുക്കറിയാം. വൃത്തത്തിൻ്റെ ഏരിയ കാണാനുള്ള സൂത്രവാക്യം πd²/4. അപ്പം π 22/7 × 4 π 22/7/4 ഇവിടെ എഴുതി. ഇനി d² ഡയമീറ്റർ 3 സെൻറ്റിമീറ്റർ. അതിനാണ് പിന്നെ സെൻറ്റിമീറ്ററിൽ അതിലേക്ക് മാറ്റിയത്. 30 മില്ലിമീറ്റർ എന്നുള്ള 3 സെൻറ്റിമീറ്ററിലേക്ക് മാറ്റി. കാരണം പ്രഷർ നമുക്കിവിടെ kg/cm² നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം 3 × 3 ഓക്കെ. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 9 × 3 9 × 22/7 × 4 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അതായത് ഏരിയ ക്രോസ് സെക്ഷൻ, ടോട്ടൽ ഏരിയ ക്രോസ് സെക്ഷൻ. അപ്പോൾ ലോഡ് അറ്റ് F1, ഇവിടെ ഉള്ള ലോഡ് എത്രയാണ്? ഈ പ്രഷർ ഇൻറ്റു ഏരിയ ക്രോസ് സെക്ഷൻ. ലോഡ് ഈസ് ഈക്വൽ ടു പ്രഷറിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ. പ്രഷർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. അപ്പോൾ ലോഡ് ടോട്ടൽ ലോഡ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ ക്രോസ് സെക്ഷൻ. ലോഡ് ഈസ് ഈക്വൽ ടു ബോയിലർ പ്രഷർ ഇൻറ്റു ഏരിയ ക്രോസ് സെക്ഷൻ. അപ്പോൾ ഇതാണ് ബോയിലർ പ്രഷർ ഇത്ര kg/cm². പിന്നെ 8 × 1.033 ഏരിയ ക്രോസ് സെക്ഷൻ ഇവിടെ കണ്ടു. ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നേ ഉള്ളൂ. ടോട്ടൽ ഒരുമിച്ച് നെറ്റ് ഇതിൻ്റെ വാല്യൂ 58.438 kg ആണ്. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഇവിടുത്തെ ഫോഴ്സ് കിട്ടി, ലോഡ്, ഇവിടെ എഫേർട്ട്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അൾട്ടിമേറ്റ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടത് ഈ മാസ് എത്ര kg ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആസ് പെർ പ്രിൻസിപ്പിൾ ഓഫ് ലിവർ F1 × L1 = m × L2. അപ്പോൾ m = F1 L1/L2. 58 F1 58.438 നമ്മളിവിടെ കണ്ടുപിടിച്ചു. L1 5 L2 48. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 6.087 kg. അതായത് മാസ് ഓഫ് ദിസ് ബോൾ. ഇവിടെ എത്ര ഈ പ്രഷറിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ എത്ര kg ഫോഴ്സ് വേണം? 6.87 kg ഫോഴ്സ് ആവശ്യമാണ്. ഇത് അതുപോലെ തന്നെ ഒരു കണക്കാണ്. ഈ ചിത്രം പോലെ തന്നെയായിരുന്നു അവിടുത്തെ. ഈ ചിത്രം വരച്ചതിലൊരു ചെറിയ മിസ്റ്റേക്ക് വന്നാണ്. ഈ L2 ഇവിടം തൊട്ട് ഈ മാസിൽ നിന്ന് ഈ ഫൽക്രം വരെയുള്ള ദൂരമാണ്. അതാണ് നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ദൂരമല്ല 48 എന്ന് തന്നിരിക്കുന്നത്. ഈ മാസം മുതൽ ഫൽക്രം വരെയുള്ള ദൂരമാണ് L2 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചോദ്യം. ഇത് നിങ്ങൾക്ക് മുമ്പത്തെ പോലെ തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഏരിയ ക്രോസ് സെക്ഷൻ കണ്ടുപിടിക്കുക. പ്രഷർ 20 ബാർ എന്ന് കണ്ടിട്ടുണ്ട്. L1 75 mm. ഈ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇവിടെ അപ്ലൈഡ് ഫോഴ്സ് ഇവിടെ 21 kg എന്ന് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ വെയ്റ്റിൻ്റെ വാല്യൂ എത്ര വെയിറ്റ് ആണ് ഇവിടെ ബാലൻസിങ് വെയിറ്റ്.
സേഫ്റ്റി വാൽവിൻ്റെ ബാലൻസിങ് വെയിറ്റ് 21 kg എന്ന് തന്നിട്ടുണ്ട്. ഇതാണ് എഫർട്ട്, ഇതാണ് ലോഡ്. ഈ ബോയിലറിൻ്റെ ഉള്ളിൽ നിന്ന് മുകളിലേക്ക് ചെലുത്തുന്ന ഈ പ്രഷറാണ് ലോഡ്. അതിനെ ഇങ്ങനെ അമർത്തി വെക്കാൻ അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ ഇവിടെ എത്ര ലോഡ് കൊടുക്കണം, ആ ലിവറിൻ്റെ ഹിഞ്ച് ഇവിടെയാണ്. ഇതാണ് പ്രഷർ സേഫ്റ്റി വാൽവ് എന്ന് പറയുന്നത്, ബോയിലറിൻ്റെ പ്രഷർ സേഫ്റ്റി വാൽവ്. സാധാരണ കുക്കറിനൊക്കെ ആണെങ്കിൽ ഇവിടെ തന്നെ നേരെ ഒരു വെയിറ്റ് അങ്ങ് ഇടുകയുള്ളൂ. ഇതങ്ങനെയല്ല. അങ്ങനെ വലിയ മർദ്ദം ചെലുത്തണമെങ്കിൽ വലിയ വെയിറ്റ് അതിൻ്റെ മുകളിൽ വെക്കേണ്ടി വരും. അതിന് പകരം ഇവിടെ ഒരു ലിവർ കൊടുത്തിട്ട് അതിൽ ഭാരം തൂക്കിയിട്ടിരിക്കുന്നു. നമ്മൾ പഴയ പെട്ടിത്രാശൊക്കെ കണ്ടില്ലേ കടയിൽ, കൂടുതൽ വലിയ ഭാരമൊക്കെ തൂക്കുന്നത്, റബ്ബർ ഷീറ്റുമൊക്കെ കൊടുക്കുന്ന കടയിലൊക്കെ കണ്ടിട്ടുണ്ടോ? ആ ബാലൻസ് അതിൻ്റെ ഈ വെയിറ്റ് ഇങ്ങോട്ട് നീക്കും തോറും ഇതിൻ്റെ ലിവറേജ് കുറഞ്ഞു വരും. ഇത് അങ്ങോട്ട് കൂട്ടും തോറും ലിവറേജ് കൂടി വരും. അതായത് ഇവിടെ പ്രഷർ കൂടുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ കൂടുതൽ പ്രഷറിനെ ഇവിടെ താങ്ങി നിർത്തണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇത് പുറത്തേക്ക് ഇങ്ങോട്ട് നീക്കും. പ്രഷർ കുറയ്ക്കണമെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് നീക്കും. അതായത് ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യാവുന്ന പോലെയാണ് ഈ വെയിറ്റ്. ചെറിയ വേരിയേഷന് നമുക്ക് പ്രഷറിൽ വരുത്താൻ സാധിക്കും. പ്രഷർ കൂടുന്നതല്ല, ഇത് ഇങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ ഈ നീരാവി, ഇത് ബോയിലറാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള പ്രഷർ കൂടുന്നതിനനുസരിച്ച് ഈ വെയിറ്റിൻ്റെ ബലത്തെ ഓവർകം ചെയ്ത് ഉള്ളിലുള്ള ഗ്യാസ് ഇതിലൂടെ റിലീസായി പോകും. അതുതന്നെയാണല്ലോ നമ്മൾ പ്രഷർ കുക്കറിലൊക്കെ ചെയ്യുന്നത്. അതായത് പ്രഷർ കുക്കറിൽ നമ്മൾ നിലവിലുള്ള ഒരു വെയിറ്റ് ഉണ്ട്, ഒരു നിശ്ചിത വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് മാറ്റിയിട്ട് ഇച്ചിരി കൂടെ ഭാരം കൂടിയ ഒരു വസ്തുവാണ് അതിൻ്റെ മുകളിൽ വെയിറ്റായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ, കുറച്ചും കൂടെ ഭാരം കൂടിയതാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ പ്രഷർ കുക്കറിൻ്റെ ഉള്ളിലെ പ്രഷർ കൂടുതൽ വർദ്ധിച്ചു കഴിയുമ്പോഴേ ആ സേഫ്റ്റി വാൽവ് ഓപ്പൺ ആവുള്ളൂ. അങ്ങനെ ചെയ്യരുത്, കാരണം അതിനുള്ള കപ്പാസിറ്റി കുക്കറിനുണ്ടാവില്ല, ചിലപ്പം പൊട്ടിത്തെറിച്ചെന്ന് വരും അത് മുകളിലേക്ക് പൊന്തിയില്ലെങ്കിൽ. അപ്പോൾ ആ ഒരു ഉപകരണവും കൂടെ നമ്മൾ പരിചയപ്പെടുകയാണ് ഇവിടെ, പ്രഷർ സേഫ്റ്റി വാൽവ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, മുമ്പേ ചെയ്ത് അതേപോലെ തന്നെയാണ്. ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇവിടെ ഏതാണ് ലോഡാം എഫർട്ടാം എന്ന് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ള, ആദ്യം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ്, പ്രൈമറി സ്റ്റെപ്പ്. ഒരു വീൽ ബാരോ, അതിൻ്റെ എവിടെയാണ് നമ്മൾ ഹാൻഡ് ഫോഴ്സ്, ഇവിടെയാണ് നമ്മൾ എഫർട്ട് കൊടുക്കുന്നത്. കൈകൊണ്ട് മുകളിലേക്ക് പൊന്തിക്കും, എന്നിട്ട് മുമ്പോട്ട് തള്ളിക്കൊണ്ടു പോകും. ഇതിൻ്റെ ലോഡ് കൃത്യം ഈ കാരിയറിൻ്റെ കൃത്യം സെൻറ്ററിലാണ്. അതായത് ഇതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എവിടെയാണോ ആക്ട് ചെയ്യുന്നത് അതാണ് 70 കിലോഗ്രാമാണ് ഇവിടുത്തെ താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഇനി ഫൽക്രം ഏതാണ്? അതായത് ആ ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത്, അതായത് ദൃഢമായ ഒരിടത്ത് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത് ഫൽക്രം, അതിൻ്റെ വീലാണ്. അപ്പോൾ ആ വീലിൽ നിന്ന് നമ്മുടെ കൈയിലേക്കുള്ള ദൂരം, അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എഫർട്ടിലേക്കുള്ള ദൂരം 1350 മില്ലിമീറ്റർ, 1350 മില്ലിമീറ്റർ. ഇനി ഈ ലോഡിൽ നിന്ന് ഫൽക്രത്തിലേക്കുള്ള ദൂരം, ലോഡ് ടു ഫൽക്രം ഡിസ്റ്റൻസ് L2 395 മില്ലിമീറ്റർ, മാസ് 70 കിലോഗ്രാം. അപ്പോൾ കൈകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് എത്ര, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഇതിനെ താങ്ങി നിർത്താൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് എത്ര എന്നാണ് ചോദ്യം. പ്രിൻസിപ്പിൾ ഓഫ് ലിവർ സംഭവം. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതൊന്നും ഒരു വാല്യൂ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി കഴിഞ്ഞാൽ സംഗതി തെറ്റും. ഇവിടുന്ന് ബാക്കി ഈ ലോഡിൽ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം അല്ല, ഫൽക്രത്തിൽ നിന്ന് എഫേർട്ടിലേക്കുള്ള ദൂരമാണ് എഫേർട്ടാമായിട്ട് എടുക്കേണ്ടത്. F1 ഇൻറ്റു 1350 സമം 70 ഇൻറ്റു 395 ലോഡ് ഇൻറ്റു ലോഡാം, എഫേർട്ട് ഇൻറ്റു എഫേർട്ടാം, എഫേർട്ട് ഇൻറ്റു എഫേർട്ടാം ഈസ് ഈക്വൽ ടു ലോഡ് ഇൻറ്റു ലോഡാം. F1 ഇൻറ്റു 1350 ഈസ് ഈക്വൽ ടു 70 ഇൻറ്റു 395. അത് F1 ഈസ് ഈക്വൽ ടു 70 ഇൻറ്റു 395/1350 കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 200.7 ന്യൂട്ടൺസ്. അതാണ് അപ്ലൈഡ് ഫോഴ്സ്. സിമ്പിൾ മെഷീനെ കുറിച്ച് ക്ലാസ് എടുക്കാനായിട്ടെന്ന് വിചാരിച്ച് 11 മണിയായി. 1 മിനിറ്റ്
ഞാൻ വേറെ രണ്ട് ബെൽ ക്രാങ്ക്ഡ് ലിവറിൻ്റെ പ്രോബ്ലംസും കൂടി ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, അത് നിങ്ങൾ ചെയ്യുക. 3 കണക്കുകൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ബെൽ ക്രാങ്ക്ഡ് ലിവറിൻ്റെ മൂന്നും ബെൽ ക്രാങ്ക്ഡ് ലിവേഴ്സാണ്. അതിൻ്റെ അപ്ലൈഡ് ഓരോ വാല്യൂസ് കണ്ടുപിടിക്കാനുണ്ട്. ഇവിടെ എഫേർട്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഫൈൻഡ് ദി എഫേർട്ട് അപ്ലൈഡ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇത് 15 സെൻറ്റിമീറ്റർ, ഇത് 0.5 മീറ്റർ. അപ്പോൾ ഇത് ഫൽക്രം ലോഡ് 20 ന്യൂട്ടൺ, എഫേർട്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ 15 സെൻറ്റിമീറ്റർ, ഇത് 0.5 മീറ്റർ. അത് 15, ഇത് 0.5 ആയിട്ട് ലോഡിൻ്റെ ലോഡ് 20 × 15 സമം എഫേർട്ട് ഇൻറ്റു 0.5 എന്ന് എഴുതരുത്. അവിടെ എന്തെഴുതണം? ഇത് 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതും സെൻറ്റിമീറ്ററിലാക്കണം. 0.5 എന്നുള്ള 50 സെൻറ്റിമീറ്റർ. 0.5 100 സെൻറ്റിമീറ്റർ ഈസ് ഈക്വൽ ടു 1 മീറ്റർ. അപ്പോൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 50 സെൻറ്റിമീറ്റർ. അത്രയേ ഉള്ളൂ അതിൻ്റെ അത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ എഫേർട്ട് ആമിന് ലംബമായിട്ടാണ് എഫേർട്ട് അപ്ലൈ ചെയ്യുന്നത്. ലോഡ് ആമിന് ലംബമായിട്ടാണ് ലോഡ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. താഴേക്കാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ ഈ ലിവർ ഇങ്ങനെ ചെരിഞ്ഞാണ് ഇത് നമ്മൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ എവിടെയാണോ ഈ ലിവർ ഉപയോഗിക്കുന്നത് അവിടെ ഇങ്ങനെ ചെരിഞ്ഞാണ് ഇത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എഫർട്ട് താഴേക്കാണ് ആക്ട് ചെയ്തിരിക്കുന്നത്, ലോഡ് എപ്പോഴും താഴേക്കാണ് ആക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കുക, ഈ ഫൽക്രത്തിൽ നിന്ന് ലോഡിലേക്കുള്ള ദൂരം ഈ ദൂരമല്ല ഈ 12 സെൻറ്റിമീറ്റർ, ഈ ദൂരമല്ല നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ ഫൽക്രത്തിൽ നിന്ന് എഫേർട്ടിലേക്കുള്ള ദൂരം ഈ ചെരിഞ്ഞിട്ടുള്ള ഈ ലിവറിൻ്റെ നീളമല്ല. നേരെ മറിച്ച് ഈ എഫേർട്ട് ഇങ്ങനെ ഈ ഡയറക്ഷനിൽ, അതായത് ഈ എഫേർട്ട് ആമിന് ലംബമായിട്ടാണ് എഫേർട്ട് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ വരച്ചിരിക്കുന്നത് തന്നെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ഇങ്ങനെയാണ് ഫോഴ്സ് കൊടുക്കുന്നതെങ്കിൽ, അതായത് അതാണ് ഞാൻ വീണ്ടും പറയുന്നത്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫൽക്രം ആൻഡ് എഫേർട്ട്. അപ്പൊ ഈ എഫേർട്ടിലോട് ലംബമായിട്ടുള്ളത്, ഈ ഫൽക്രത്തിൽ നിന്ന് ലംബമായിട്ടുള്ള ദൂരം, അത് ഇവിടെ 90 ഡിഗ്രിയില്ല, അതാണ് 30 സെൻറ്റിമീറ്റർ ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ട് അളവൊന്ന് വെറുതെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് ഈ ലംബമായിട്ടുള്ള ദൂരമാണ്. അതിന് മറ്റൊരു ഉദാഹരണം ഇവിടെ താഴത്തെ കൊടുത്തിരിക്കുന്ന അത് വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ഒരു ക്രാങ്ക്ഡ് ലിവർ, എഫേർട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഇതിന് ലംബമായിട്ടാണ്, അതായത് എഫേർട്ട് ആമിന് ലംബമായിട്ടാണ്. വേറെ ഒരു നേരെ കുത്തനെയല്ല, നേരെ താഴോട്ടല്ല, നേരെ ഹൊറിസോണ്ടലായിട്ടും അല്ല, ആ ആമിന് പെർപെൻഡിക്കുലറായിട്ടാണ് എഫേർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് 75 സെൻറ്റിമീറ്റർ. ഈ ഫൽക്രത്തിൽ നിന്ന് ഇവിടം വരെയുള്ള ദൂരം 75 സെൻറ്റിമീറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നേരെ മറിച്ച് ലോഡ് നേരെ, അതായത് ഒരു ഭാരം തൂക്കിയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുക, അത് താഴോട്ടല്ലേ ആക്ട് ചെയ്യുള്ളൂ. ഇതിങ്ങോട്ട് ലംബമായിട്ട് ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഒന്നും ആക്ട് ചെയ്യില്ല. അപ്പോൾ ഒരു ലോഡ് നമ്മൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, തൂക്കിയിട്ടിരിക്കുകയാണ്, അത് നേരെ താഴോട്ടേ ആക്ട് ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ ലോഡാം എന്തെടുക്കണം? 15 സെൻറ്റിമീറ്റർ, അതായത് ലംബമായിട്ടുള്ള ദൂരം എടുക്കണം. ഇവിടെ ഏത് ലോഡാം, എഫേർട്ടാം, ഈ എഫേർട്ട് എങ്ങനെയാണോ അപ്ലൈ ചെയ്തിരിക്കുന്നത് ആ ദൂരം, അതുകൊണ്ടുള്ള പെർപെൻഡിക്കുലറായിട്ട് ഡിസ്റ്റൻസ് എടുക്കണം. ഇതെല്ലാം നമുക്ക് ലോഡ് ഇൻറ്റു ലോഡാം സമയം എഫേർട്ട് ഇൻറ്റു എഫേർട്ടാം എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് ചെയ്യാനുള്ളതേ ഉള്ളൂ. പൊതുവായിട്ട് ഞാൻ പറഞ്ഞു തന്നു. ഈ 3 കണക്കും നിങ്ങൾ ചെയ്തിട്ട് ഇന്ന് തന്നെ ഗ്രൂപ്പിലേക്ക് ഇടുക, സിനു സാറിൻ്റെ ക്ലാസ് കഴിയുമ്പോൾ. ഓക്കെ, താങ്ക് യു. ഞാൻ പോലെ